നടക്കാൻ എന്ത് രസമല്ലേ. ഇവിടെ നമുക്ക് നല്ല നല്ല കാഴ്ചകൾ കണ്ടിട്ടൊന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. ഇവിടെ നമുക്ക് കാണാം ഇങ്ങനെ ആമ്പൽ വിരിഞ്ഞ് നിൽക്കാം മുഴുവനും, ഈ സൈഡ് മുഴുവൻ. ഇവിടെയായിരുന്നു ചങ്ങാടം പോലത്തെ കണ്ടത്. എവിടെ പോയി എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പോൾ ഒരു മുങ്ങിയോ ഇവിടെ നിന്നല്ലേ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇതാണ് മോനെ വയനാടിൻ്റെ എന്താ പറയുക പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞാൽ കണ്ടില്ലേ. എൻ്റെ കട്ടക്ക കായലും കുന്നും മലയൊക്കെ ആയിട്ട് ഇങ്ങനെ പൊളിയാണ്. കാണാത്തവരൊക്കെ വരിക, കണ്ട് എൻജോയ് ചെയ്യുക. ഇത്രയും നല്ല സ്പോട്ടാണ്. ദേവിക അമ്മയും കൂടെ പായുന്നുണ്ട്, എങ്ങോട്ടൊന്നും അറിയില്ല കേട്ടോ. പോകുന്നുണ്ട്, എവിടെ എന്തോ എടുക്കാൻ വെച്ചിട്ട് പോകുന്നവരെ. ഇങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ടല്ലോ. വീടാണോ റിസോർട്ടാണോ? ചളി വിളിയാണ് റോഡ് കണ്ടല്ലേ. ഇതാ രണ്ടുപേരും കൂടെ ഓഫ് റോഡ് നടക്കുന്നുണ്ട് കേട്ടോ. വഴിക്ക് വേണം പറക്കി എടുത്ത് വണ്ടിയിലിടും എല്ലാത്തിനും. ഇപ്പോൾ പോയി സംഭവം എന്താ, നമ്മളൊരു ഐലൻഡിലേക്ക് എത്തുന്നൊരു സീനായിരിക്കും. നോക്കിയോ, ചുറ്റും വെള്ളവും പിന്നെ നടുക്കിൽ നമ്മളും കുറച്ച് സ്ഥലത്തിൻ്റെ ഒരു ഉള്ളിലോട്ടാണ് പോകുന്ന പോലെയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടി മീൻ പിടിക്കുന്ന ആൾക്കാരെ കാണിച്ചു കേട്ടോ. ഞങ്ങളെ കൂട്ടം മീൻ പിടിക്കാൻ, അല്ല ഞങ്ങളെ കൂട്ടം മീൻ പിടിക്കാൻ. മീനെ കിട്ടിയോ? മീനെ കിട്ടിയില്ല. എവിടെ മീനുണ്ടല്ലേ? അമ്പ നോക്കി, ഇത്ര മീനെ പിടിച്ചിട്ട് മീനെ കിട്ടിയില്ല പറഞ്ഞേ. എന്താ കുട്ടീന്റെ പേര്? ഗായത്രിയോ? രാവിലെ തുടങ്ങിയോ പിടിക്കാൻ? പിന്നെ വരണ്ട അതിന്റെ അറ്റത്ത്. ഇവിടെ കണ്ടില്ല, നല്ല അടിപൊളി കുറച്ച് എന്തൊക്കെയോ പൂവൊക്കെ വിരിഞ്ഞിരിക്കുന്നുണ്ട്. എന്തായാലും ഇതാണ് നമുക്ക് ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് നടക്കാൻ മാത്രം കാഴ്ചകളുണ്ട് അല്ലേ. ആമ്പൽ പറിച്ചിട്ട് നേരെ എന്നിട്ട് പോവോ? എന്താ ഒരാൾ ഇവിടെ ആമ്പൽ പറിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിശ്രമങ്ങൾ കാണിക്കണ്ട കേട്ടോ. അതിനകത്തോട്ട് പോകണ്ട കേട്ടോ. അങ്ങോട്ട് കയറി ഞാൻ കൈ പിടിക്കാം. നീ പിടിച്ചോ. നമ്മള് ആമ്പൽ പറിക്കുന്ന സീനാണ് കാണുന്നത്. വെള്ളത്തിലോട്ട് പോയാൽ ഞാൻ ഫോണോട്ട് പിടിക്കുള്ളൂ ആദ്യം. എന്താണ് മാഷ കാണിക്കുന്നത്? കിട്ടിയോ? കട കൂട്ടി വിളിക്കും. അപ്പൊ ആമ്പൽ പറിച്ചിട്ടുണ്ട് കേട്ടോ. മാസ്ക് ഒക്കെ ഇട്ടിട്ട് ടാസ്ക് പിടിച്ചിട്ട് ആമ്പൽ പറിക്കുന്ന സീനാ കാണുന്നത്. ഇവിടെ ദേവിക്കുട്ടി അവിടെ മീൻ പിടിക്കുന്ന ടീമിന്റെ ഒപ്പം കൂടിയുണ്ട് കേട്ടോ. എങ്ങനെ നിനക്ക് നീന്താ അറിയോ ചോദിച്ചേ? നീന്താ അറിയാ? എവിടെ വീട്? ഈ മേലത്തെ വീട്ടില. അപ്പൊ എന്നിട്ട് ഇവിടേക്ക് ചാടി നീന്താൻ പഠിച്ചിരുന്നോ? അറിയില്ല. ഇതെന്താ ചെയ്യാ? നിങ്ങൾ കൊണ്ടുവരും വളർത്താൻ വേണ്ടിട്ടാണോ ചുമ്മാ കറി വയ്ക്കും? കറി വയ്ക്കാനോ? കണ്ടില്ലേ, ഇപ്പൊ നമ്മളെ ആരും കൂടെയല്ല 3 അടിപൊളി മീൻ പിടുത്തക്കാരട്ടോ. ഗായത്രി കുട്ടിക്ക് എന്തോ ദേഷ്യം കിട്ടും, ഭയങ്കര നോക്കി പഠിപ്പിക്കണ്ടേ. എനിക്ക് തോന്നുന്നു ഗായത്രി കുട്ടിക്ക് ഇന്ന് മീൻ കുറച്ചേ കിട്ടില്ലു എന്നതാ. എടാ നിന്റെ പേരെന്താ? അവന്റെ പേരോ? പോയി പേരെന്താ? മൈൻഡാക്കുന്നില്ല കേട്ടോ. വഴിക്ക് വീഴണ്ടേ. നമ്മുടെ തെങ്ങാടത് ദൂരെ. നിങ്ങളതാ ഒരു മീൻ പിടിക്കാം. വല വരാനോ? ആ അപ്പൊ എന്താ നിങ്ങൾ പോകാത്തെ?
അപ്പൊ നമ്മള് കുഞ്ഞു കുട്ടികളൊക്കെ മീൻ പിടിക്കുന്നൊക്കെ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ നമ്മള് ഇത്രയും നേരം പറഞ്ഞ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാണ്. നമ്മൾ അവിടുന്ന് മീൻ പിടിക്കുന്ന കുട്ടികളുടെ ഒപ്പം കുറെ ടൈം സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പോട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി ഇവിടെ എത്തും. അപ്പോൾ പിന്നെ നമുക്ക് ബാക്കി കാഴ്ചകൾ അവിടെ എത്തിയിട്ട് കാണാം. ഇവിടുന്ന് കുറച്ചൊരു റോഡിൽ ശേഷം കട്ടറാണ്, ഓഫ് റോഡ് പോലെയാണ്. പോകാൻ പറ്റുമോ നോക്കിയേക്കാം, അല്ലെങ്കിൽ ഇവിടുന്ന് വണ്ടി ഇവിടെ വെച്ചിട്ട് നടക്കേണ്ടി വരും മിക്കവാറും. ഇല്ല ഇവിടെ കുഴപ്പമില്ലല്ലോ, ഇവിടെയൊക്കെ ചെറിയ ടാർ ഇട്ടിട്ടുണ്ടല്ലേ, പോയി വെക്കാം. എല്ലാവരും നമ്മൾ ഈ ഡ്രൈവ് എൻജോയ് ചെയ്യട്ടെ നല്ലോണം. ശരിക്കും കുറെ ഉള്ളിലുണ്ടോ, വയനാടിൻ്റെ ഉള്ള സ്ഥലങ്ങളാണ്, ഗ്രാമങ്ങളാണ്. നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ പോവാം കേട്ടോ. ഇവിടേക്ക് ഇതിന് മുന്നേ കുറെ മുന്നേ വന്നപ്പോ ഒക്കെ ഫുള്ള് എന്താ പറയുക, കട്ടറിട്ടിട്ട് ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇവിടെ കുറച്ച് ടാറൊക്കെ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ? ഇവിടെ കുറെ ബൈക്കൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ പോയി നോക്കാം. അങ്ങോട്ടൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് പോയി നോക്കാം അല്ലേ. അപ്പൊ മഴയില്ലാത്തതുകൊണ്ട് വലിയ സീനില്ല കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഫുള്ള് ചളിവിലായിട്ട് വണ്ടിയൊന്നും ഒളിച്ച് കളിച്ചേനെ, വണ്ടി മൊത്തം ഒളിച്ച് കളിച്ചേനെ, കൂടെ കയറ്റാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സീനില്ല. നമുക്കങ്ങനെ പോയി അവിടെ കുറെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നമുക്ക് പോയി നോക്കാം അല്ലേ. വണ്ടി ഇങ്ങനെ തട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞ സ്പോട്ടിലോട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. എത്രയും നേരം നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞ സ്പോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കിങ്ങിക്കുട്ടിയിൽ നടന്നു വരുന്നത് ഇങ്ങനെ നടന്നു വരുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി വേണ്ടല്ലേ. ഇത് ശരിക്കും കറക്റ്റ് മറ്റേ കാരാപ്പുഴേൻ്റെ ബാക്ക് സൈഡ് വ്യൂ ആണ്. നമ്മളവിടെ കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇവിടുത്തെ എന്താ പറയുക, വയനാട്ടിൻ്റെ ബ്യൂട്ടിയൊക്കെ ഇങ്ങനെ കണ്ണിറയെ കണ്ട് ആസ്വദിച്ചോളൂ എല്ലാവരും. ഇത് കണ്ടോ, ശരിക്കും പറഞ്ഞാൽ അവിടേക്കൊക്കെ നോക്കാം, അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, ദേവിക്കുട്ടീനെ അമ്മേനെ കൂട്ടിയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഒരുപാട് എന്താ പറയുക, റിസ്കി ആയിട്ടുള്ള ഒരു റോഡ് അങ്ങോട്ടൊക്കെ. പിന്നെ അങ്ങോട്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ശരിക്കും അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഒരു ദ്വീപിൽ പോയ ഫീലാണ്. ഞാൻ കുറേ മുന്നേയൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ നമുക്കിങ്ങനെ പകർത്തി നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നിന്നിട്ട് കംപ്ലീറ്റ് വ്യൂ നിങ്ങൾ എൻജോയ് ചെയ്തോ. ഇതുണ്ടല്ലേ, മൊത്തം ഇങ്ങനെ വെള്ളം ചുറ്റി കിടക്കുകയാണ്. അതിന് മേലെ ഇപ്പോൾ നമ്മൾ ഈ റോഡ് ഇങ്ങനെ കയറി വന്നിട്ട് നിൽക്കുന്നത്. എന്താ ഒരു രക്ഷയില്ല, എന്താ പറയുക. എല്ലാവരും വന്ന് കാണാം. വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വന്നിട്ട് നെല്ലാർച്ചാൽ റോഡ് വന്നിട്ടുള്ള കാരാപ്പുഴേൻ്റെ ബാക്ക് സൈഡിലുള്ള അടിപൊളി ബാക്ക് വാട്ടർ വ്യൂസ് ആണിത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും ഇപ്പോൾ വരാൻ പറ്റുന്നവരൊക്കെ വന്ന് കാണാൻ എൻജോയ് ചെയ്യുക. വേണ്ടല്ലേ, അടിപൊളിയല്ലേ. നമുക്ക് കുറച്ച് താഴോട്ട് ഇറങ്ങി വെക്കുമല്ലോ അല്ലേ. അപ്പൊ സൂര്യൻ ഇങ്ങനെ അടിപൊളിയായിട്ട് താന്ന് വരുന്നുണ്ട് കേട്ടോ. പറ്റുകയാണെങ്കിൽ നമുക്ക് സൺസെറ്റ് ചെയ്യുന്ന കൂടെ കണ്ടിട്ട് പോകും അല്ലേ. അല്ലമ്മ കിങ്ങിണിക്കുട്ടി, എടി ദേവിക, നിന്നെന്തൊക്കെ ഇങ്ങനെ വെച്ച് തിരിഞ്ഞു നോക്കില്ല. മഴയൊന്നും പെയ്യില്ല, നമുക്കിവിടെ അടിപൊളിയായിട്ട് സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ ചില്ല് ചെയ്തിട്ട് പോവാം. അവിടെ താഴെ കുറെ ടീം എന്താ പറയുക, അമ്പലമൊക്കെ പറിക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നവരും അമ്പലം പറിക്കുന്നവരും എല്ലാവരും കൂടെ അങ്ങനെ നമുക്ക് ഈ സൈഡ് പോയേക്കാം അല്ലേ. എന്തായാലും രണ്ടെണ്ണം ഇങ്ങനെ നടന്ന് ചില്ലായിട്ട് വരുന്നത്. ചില്ല ചെയ്ത് അടിച്ചു പൊളിച്ച് ഇങ്ങനെ നടക്കട്ടോ. താഴെ പോകണ്ട് നോക്കി കേട്ടോ. എന്താ ഓടല്ലേ, വീട് ഞാൻ താഴേക്ക് ഉരുണ്ടിട്ട് പോകട്ടോ. നമ്മള് ശരിക്കും ഒരു ദ്വീപിലെത്തി ഫീലാ മച്ചന്മാരെ. സീനാണ് നോക്ക്, അടിപൊളി. കുറച്ച് തെങ്ങും കള്ളും കുറച്ച് ബീഫും കുറച്ച് ചിക്കനും ഇതൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ച് പുറത്തന്നായിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു. എന്താണ് ചിരിക്കുന്നേ? ഞാൻ ചിരിക്കുന്നു, നിനക്ക് എന്താ ഓടി പന്നി. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ വ്യൂ എന്താ പറയാ, ദ്വീപിലെത്തിയിരിക്കുന്നത്. അപ്പൊ ദ്വീപിന്റെ സീൻ ഇനി കാണാം. പിന്നെ വേണമെങ്കിൽ സൺസെറ്റ് കാണണമെങ്കിൽ നിങ്ങൾ സൺസെറ്റ് കണ്ടോ. അമ്മാരി സീനാണ് എന്റെ മോനെ. നോക്ക്, ഒരു വഴിക്ക് വീഴണ്ട കേട്ടോ, വീണ വെള്ളത്തിന്റെ ഉള്ളിൽ പോയേ. രണ്ടാളും കൂടെ ഇങ്ങനെ പാറി പറക്കാണ്. ഞാൻ പറഞ്ഞ സ്പോട്ട് ഇതാണ് കേട്ടോ, അടിപൊളി ലൈനുണ്ട്. ഇവിടെ പിടിച്ച് വെള്ളത്തിൽ കൂടി എടുത്താണോ വെള്ളത്തിൽ കിടന്നേ. നന്നെ കുളിപ്പിച്ചെടുക്കാം.
ഭംഗിയല്ലേ കാഴ്ച, നല്ല ഭംഗിയാണ്. ദ്വീപിൽ വന്ന വ്യൂ എന്നല്ല, ഇതൊരു ദ്വീപ്. നമുക്ക് ചുറ്റും ഒരാളില്ല, വെള്ളക്കെട്ടും സെന്ററിൽ നമ്മൾ അങ്ങനെ വിശാലമായി കിടക്കുകയാണ് നല്ല ഭംഗിയില്. ആ ഞാൻ കണ്ടു. എന്താ വ്യൂ നോക്കില്ലേ, അവിടെ നോക്കുക. ആ കാണുന്നുണ്ടോ, അതിലിങ്ങനെ തട്ടിത്തട്ടിത്തട്ടായിട്ട് ഇങ്ങനെ പച്ച പുല്ല് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഫ്ലോപ്പ് ആയിട്ട് നിൽക്കുക. അതിൽ നിറച്ചും എണ്ണ അതില്ല, അത്രയും പശുക്കൾ അതിനകത്ത്. സൂം ചെയ്യാൻ പറ്റും അവിടെ, കണ്ടില്ലേ, കാണുന്നുണ്ട് വ്യൂ. അത്രയ്ക്ക് എന്താ പറയാ, കണ്ണിന് കുളിർമയും മനസ്സിന് എന്താ പറയാ, ഫുൾ ഒരു അടിപൊളി പ്ലഷർ ഫീലിംഗ് ആണ്. വഴുക്കണ്ട, അങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ പോകട്ടോ, അതിൽ ശരിക്കും നോക്കി നടന്നോ, അത്ര പോയാൽ മതി. കണ്ടില്ലേ നമുക്ക്, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനാണ്. നമുക്ക് വയനാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. കണ്ടില്ലേ, നമുക്ക് വെള്ളം ഇങ്ങനെ ഇറങ്ങിക്കിടക്കുക, അതിൻ്റെ ഓരത്തിൽ ഫുള്ള് പശുക്കളും അതിൻ്റെ വ്യൂ ആയി കാണുന്നത്. നീ എവിടെ നിന്ന്, ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ എന്ത് ഭംഗിയാണ് നോക്കില്ലേ. നമുക്ക് ആമ്പലിങ്ങനെ വിരി നിൽക്കുന്നുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കടലിൻ്റെ ഒരു ഫീൽ ആട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. ഇങ്ങനെ തിരമാല ഇങ്ങനെ ഈ ഒരു കാറ്റിനനുസരിച്ച് ഇങ്ങനെ ഓളം തള്ളി ഇങ്ങനെ ശരിക്കും തീരത്തോട്ട് ഇങ്ങനെ അടുത്ത് വരുന്ന കാണുന്നില്ല കാഴ്ചകൾ. പിന്നെ ചുറ്റും കുന്നും മലയും എന്താ പറയുക, ഈ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ഒരു ഭംഗി, ആ ഒരു വ്യൂ കാണിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ സൂര്യൻ എവിടെ പോയിന്ന് ഒരു രക്ഷയില്ല, ഒരു പിടുത്തമില്ല, എവിടെ പോയിന്നറിയില്ല. ഇതുണ്ടല്ലേ, 2 പേര് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ പൊള്ളി സീ റേഞ്ച്. അവിടെ ഇരുന്നോ, പക്ഷെ ചെളിയാവൂലേ. എന്തെങ്കിലും ഫുഡൊക്കെ എടുക്കായിരുന്നില്ല, കഴിക്കാൻ നൈസിലും കഴിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ രാവിലെ ഇറങ്ങിയിട്ട് സമയം പോയത് അറിഞ്ഞില്ല, വൈകുന്നേരമായി. ഈ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ആ സൂര്യൻ അസ്തമിക്കുന്ന ഒരു അടിപൊളി കാഴ്ചയുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, അതും കൂടെ പകർത്താമെന്ന് കരുതിയിട്ട് അത്രയും നേരം വെയിറ്റ് ചെയ്ത്. ഇപ്പോൾ മഴക്കാർ മൂടിയിട്ട് കണ്ടില്ലേ, സൂര്യൻ്റെ ഒരു കറക്റ്റ് ഒരു അസ്തമിക്കുന്ന ഒരു ഫീലിംഗ് നമുക്ക് പകർത്താൻ പറ്റുന്നില്ല. ബട്ട് എന്നാലും കണ്ടില്ല, ഈ കാർമേഘങ്ങളുടെ ഇടയിലൂടെ ചെറുതായിട്ട് ഇങ്ങനെ സൂര്യൻ്റെ ഒരു ആ ഒരു വെളിച്ചവും പിന്നെ ഈ കുന്നുമലയായിട്ട് നിൽക്കുന്ന ഈ കാഴ്ചയും ഈ ബാക്ക് വാട്ടർ വ്യൂ, കാരാപ്പുഴേൻ്റെ ഈ ബാക്ക് വാട്ടർ വ്യൂ അടിപൊളിയായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. കണ്ടില്ല എന്ത് രസമാണ്, ഇങ്ങനെ ഈ തിരമാല പോലെ ഇങ്ങനെ കാറ്റിനിങ്ങനെ വെള്ളം വരുന്നതിനെ നോക്കി നിൽക്കുന്ന അടിപൊളി കാഴ്ചയാണ് അല്ലേ. ഇനി അകലെ നിന്ന് ഒരാൾ ഒരു വട്ടത്തോണിയിൽ തുഴഞ്ഞു വരുന്നുണ്ട്, ആ കാഴ്ചയും കൂടെ പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഏതാണ്ട് ഒരു മണിക്കൂറിൻ്റെ അടുത്തായി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. നമ്മുടെ വട്ടത്തോണിയിൽ ആളിങ്ങനെ തുഴഞ്ഞ് കരക്കെടുക്കുന്ന ആ ഒരു കാഴ്ച കൂടെ പകർത്താൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ ആളിങ്ങനെ അടുത്തോട്ട് വരുന്നത് കാണാം. ഒന്ന് സൂം ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് നോക്കാം അല്ലേ. കണ്ടില്ല എന്ത് മനോഹരമായൊരു കാഴ്ചയാണ്. ഒരു മണിക്കൂറായി ആളിങ്ങനെ തുഴഞ്ഞ് അടുത്തോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് തിരിച്ചു പോകാനുള്ള ടൈമായി തുടങ്ങി. ഇത് കണ്ടില്ലേ, സൂര്യൻ അസ്തമിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു കാഴ്ചയും കൂടെ ഇപ്പോൾ നമുക്ക് പകർത്താൻ പറ്റി. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ, നമ്മുടെ വയനാടിൻ്റെ ബ്യൂട്ടി, കാരാപ്പുഴയുടെ ബാക്ക് സൈഡ് വ്യൂ എല്ലാം എല്ലാവർക്കും